Ajay Shaji, good morning. Good morning, sir. Okay. Yadul Das, good morning. Good morning, sir. സോ ഇന്നലെ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. സോ ഇന്നലെ എൻ്റെ രാഹുൽ സാറല്ലേ എടുത്തത്. സോ ഇപ്പോൾ ക്ലാസ് തുടങ്ങാം. ഓക്കെ, സോ നമ്മൾ അക്കോസ്റ്റിക്സ് എന്ന മൊഡ്യൂളാണ്, അതായത് 4th മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ ഡിസ്കസ് ചെയ്തത്? വി ഡിസ്കസ്ഡ് അബൌട്ട് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മ്യൂസിക്കൽ സൗണ്ട്, അല്ലെങ്കിൽ വി ഡിസ്കസ് ഹൗ ടു ഡിഫൈൻ എ സൗണ്ട്. സോ എന്താണ് സൗണ്ടിന്റെ യൂണിറ്റ്? ജനറലി നമ്മൾ സൗണ്ടിന്റെ യൂണിറ്റ് എന്താണെന്നാ പറയാറ്? പറയാ ജനറലി നമ്മൾ സൗണ്ടിന്റെ യൂണിറ്റ് എന്താണെന്നാ പറയാറ്? ദേവ് കിരൺ, എന്താ സൗണ്ടിന്റെ യൂണിറ്റ് എന്താ? Decibel. ആക്ച്വലി ഡെസിബൽ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? ഡെസിബൽ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? ഈ സൗണ്ടിന്റെ ഏത് ക്യാരക്ടറിസ്റ്റിക്കിന്റെ യൂണിറ്റ് ആണ് ഡെസിബൽ? അല്ലെങ്കിൽ സൗണ്ടിന്റെ ഏത് പ്രോപ്പർട്ടിയുടെ യൂണിറ്റ് ആണ് ഡെസിബൽ? സൗണ്ടിന്റെ ഒരുപാട് ഇന്റൻസിറ്റി അല്ല. ബിദിൽ രാജ്, സൗണ്ടിന്റെ ഏത് പ്രോപ്പർട്ടിയുടെ യൂണിറ്റ് ആണ് ഡെസിബൽ? Loudness, intensity of sound. ലൗഡ്നെസ് ആണ്, ശരിയാണ്. ലൗഡ്നെസ് ആണെന്ന് പറയാൻ പറ്റില്ല. കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടിന്റെ ഏത് പാരാമീറ്ററിന്റെ യൂണിറ്റ് ആണ് ഡെസിബൽ അല്ലെങ്കിൽ ബെൽ? അതാ ഇന്റൻസിറ്റി സൗണ്ടാ? ഇന്റൻസിറ്റി ലെവൽ. സൗണ്ട് ഇന്റൻസിറ്റി ലെവലിന്റെ യൂണിറ്റ് ആണ് ഡെസിബൽ. ഓർ സൗണ്ട് ഇന്റൻസിറ്റി ലെവൽ പേജ് നമ്പർ 173 വളരെ വ്യക്തമായിട്ട് പറയുന്നത് സൗണ്ട് ഇന്റൻസിറ്റി ലെവലിന്റെ യൂണിറ്റ് ആണ് ഡെസിബൽ. വാട്ട് ഈസ് സൗണ്ട് ഇന്റൻസിറ്റി ലെവൽ? വാട്ട് യു മീൻ ബൈ സൗണ്ട് ഇന്റൻസിറ്റി ലെവൽ? സൗണ്ട് ഇന്റൻസിറ്റി ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ അല്ല, ഞാൻ ജനറൽ ആയിട്ട് ചോദിച്ചതാണ്. Difference in loudness. That means if we are hearing a specific sound, then we are comparing that loudness of specific sound with loudness of threshold of minimum. And the threshold of minimum എന്ന് പറഞ്ഞാൽ എന്താ? What do you mean by threshold of minimum? നന്ദന, threshold of minimum എന്ന് പറഞ്ഞാൽ എന്താ? What do you mean by that? അല്ലെങ്കിൽ threshold minimum intensity എന്ന് പറഞ്ഞാൽ എന്താ? What do you mean by that? Sir, അറിയില്ല. Yeah, threshold minimum intensity or standard reference minimum intensity എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ it is the faintest sound that can be heard by a normal human ear. അതായത് സാധാരണ നമുക്ക് കേൾക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ ശബ്ദം. അതിൽ താഴെ ഇന്റൻസിറ്റി ഉള്ള ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ നമ്മുടെ ചെവി കൊണ്ട് കേൾക്കാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് ദ ലോവസ്റ്റ് സൗണ്ട് ഓർ ദി ഫെയിൻറ്റസ്റ്റ് സൗണ്ട് ദാറ്റ് ക്യാൻ ബി ഹേർഡ് ബൈ ഓർ ദാറ്റ് ക്യാൻ ബി ഇന്റർസെപ്റ്റഡ് ബൈ എ നോർമൽ ഹ്യൂമൻ ഇയർ. ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം, എങ്കിൽ മാത്രമേ വരുന്ന സീരിയസ് എക്സാം അടുത്ത ആഴ്ചയാണ്. നിങ്ങൾക്കറിയാം, ഡേറ്റ് ഒക്കെ അക്കാദമിക് കലണ്ടറിലുണ്ട്. സോ ഇതൊക്കെ എഴുതണമെങ്കിൽ ഇതൊക്കെ പഠിച്ചേ പറ്റും. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പിച്ച് എന്താണ്, ലൗഡ്നെസ് എന്താണെന്നൊക്കെ പഠിച്ചു. പിച്ച് ഈസ് ദ റെപ്രസെന്റേഷൻ ഓഫ് ഫ്രീക്വൻസി ആൻഡ് ലൗഡ്നെസ് റെപ്രസെന്റ്സ് ഇന്റൻസിറ്റി ഓർ ദി എനർജി ഓഫ് ദി സൗണ്ട് വേവ്. ഓക്കെ, അവസാനം നമ്മൾ എന്താ പഠിച്ചത്? എക്കോ ആൻഡ് റിവർബറേഷൻ. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്കോ ആൻഡ് റിവർബറേഷൻ? ദേവ് കിരൺ ഉണ്ടോ ഇവിടെ? Yes, sir. What is the difference between echo and reverberation? എക്കോയും റിവർബറേഷനും തമ്മിലുള്ള വ്യത്യാസം. എക്കോ എന്ന് പറയുമ്പോ ഒരു ഫുൾ സൗണ്ട് ആണ് പിന്നെയും കേട്ടുകൊണ്ടിരിക്കുന്ന വളരെ repetition or reflection of sound. Okay. of the sound. What is reverberation? Reverberation
ആ ഫുൾ സൗണ്ട് കേൾക്കാണ്ട് തന്നെ ഒരു ബസ്സിംഗ് നോയ്സ് പോലത്തെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ അതിൽ? ഉണ്ട്. പേജ് നമ്പർ 177 റിവർബറേഷൻ എന്ന ടോപ്പിക്കിന്റെ അടിയിൽ ഇറ്റാലിക്സിൽ ചെരിച്ച് എഴുതിയിട്ടുണ്ട്. അതൊന്ന് വായിച്ചേ. പേജ് നമ്പർ 177 റിവർബറേഷൻ എന്ന ടോപ്പിക്കിന്റെ അടിയിൽ എന്താണ് റിവർബറേഷൻ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. Can you read it? Reverberation time is defined as the time required by sound energy to reduce its intensity. പേജ് നമ്പർ 177 റിവർബറേഷൻ എന്ന ടോപ്പിക്കിന്റെ അടിയിലാണ്. റിവർബറേഷൻ ടൈം അല്ല. തൊട്ട് മുമ്പത്തെ പേജ്. The persistence of sound in a hall due to multiple reflection even after the source has cut off the production of sound is called reverberation. So എന്താണ് റിവർബറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? persistence of sound due to the multiple reflection. അതായത് സൗണ്ടിന്റെ ഒറിജിനൽ സോഴ്സ് കട്ടായി കഴിഞ്ഞാലും സൗണ്ട് ആ ഹാളിൽ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ആ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ we can call that phenomenon as reverberation. Now what is reverberation time? എന്താണ് റിവർബറേഷൻ ടൈം എന്ന് പറഞ്ഞാൽ? നമ്മളത് പഠിച്ചു. റിവർബറേഷൻ ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ടൈം that we experience reverberation. അതായത് റിവർബറേഷൻ എന്ന അക്യോസ്റ്റിക് ഫിനോമിന നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സമയം, അതായത് സോഴ്സ് കട്ടായി കഴിഞ്ഞും എത്രത്തോളം സമയം നമുക്ക് ഈ സൗണ്ട് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ സൗണ്ട് ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് റിവർബറേഷൻ ടൈം. ഓർ മാത്തമാറ്റിക്കലി സ്പീക്കിംഗ്, നേരത്തെ ദേവ്കിരൺ വായിച്ച പോലെ റിവർബറേഷൻ ടൈം ഇസ് ഡിഫൈൻഡ് ആസ് ദി ടൈം റിക്വയർഡ് ബൈ ദ സൗണ്ട് എനർജി ടു റെഡ്യൂസ് ഇറ്റ്സ് ഇന്റൻസിറ്റി ടു 10⁻⁻⁶ times. ഓക്കെ, അറ്റ് ലാസ്റ്റ് ഒരു ഹാളിന്റെ വോളിയം ആൻഡ് ടോട്ടൽ അബ്സോർപ്ഷൻ വി ആൻഡ് എ തന്നിട്ടുണ്ടെങ്കിൽ ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് റിവർബറേഷൻ ടൈം എന്ന് പഠിച്ചു. ടി ഈസ് ഈക്വൽ ടു 0.163 വി ബൈ എ. വാട്ട് ഈസ് എ? എ വാസ് ദ ടോട്ടൽ അബ്സോർപ്ഷൻ. ടോട്ടൽ അബ്സോർപ്ഷൻ കാണണമെങ്കിൽ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ഇൻറ്റു സർഫസ് ഏരിയ. സോ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് എന്താണ്? വാട്ട് ഈസ് ഓപ്പൺ വിൻഡോ യൂണിറ്റ്? വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് അബ്സോർപ്ഷന്റെ യൂണിറ്റ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? സബൈൻ, മീറ്റർ സ്ക്വയർ സബൈൻ ആണ് അബ്സോർപ്ഷന്റെ യൂണിറ്റ്. സോ ടെക്സ്റ്റ് വായിക്കുക, ഫോളോ ചെയ്യുക. സോ നെക്സ്റ്റ്, സോ ഇതിന്റെ പ്രോബ്ലംസ് നമുക്ക് ഇന്ന് വൈകുന്നേരം ഒരു അവറും കൂടി കിട്ടും. സോ പ്രോബ്ലംസ് നമുക്ക് ആ ഒരു അവറിൽ ചെയ്യാം. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി അക്കോസ്റ്റിക് റിക്വയർമെന്റ്സ് ഓഫ് എ ബിൽഡിംഗ്. അതായത് ഹൗ ക്യാൻ വി സേ എ ബിൽഡിംഗ് ഓർ എ ഹാൾ ഈസ് ഇറ്റ് ഈസ് എ ഗുഡ് അക്കോസ്റ്റിക്കലി മെയിൻറ്റൈൻഡ് ബിൽഡിംഗ്. അതായത് അക്കോസ്റ്റിക്കലി ഗുഡ് ആണ് ഒരു ഓഡിറ്റോറിയം അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് എന്ന് പറയണമെങ്കിൽ വാട്ട് ആർ ദി റിക്വയർമെന്റ്സ്? അതിനാവശ്യമായ റിക്വയർമെന്റ്സ് എന്താണ്? ദാറ്റ് മീൻസ് ഈച്ച് സിലബിൾ ഓർ എ മ്യൂസിക് നോട്ട് പ്രൊഡ്യൂസ്ഡ് അറ്റ് എ പോയിന്റ് മച്ച് റീച്ച് എവരി അതർ പോയിന്റ് ഇൻ ഹാൾ ക്ലിയർലി വിത്ത് ഈക്വൽ ലൗഡ്നെസ്. അതായത് ഒരു അക്കോസ്റ്റിക്കലി ഗുഡ് ഓഡിറ്റോറിയത്തിൽ അല്ലെങ്കിൽ ഒരു അക്കോസ്റ്റിക്കലി ഗുഡ് ഹാളിൽ ഒരു മ്യൂസിക് നോട്ട് പ്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു സ്പീക്കർ എന്തെങ്കിലും കാര്യം പറഞ്ഞു, അത് ഹാളിന്റെ ഏത് പോയിന്റിൽ ഇരിക്കുന്ന ഒരാൾക്കും ഈക്വൽ ലൗഡ്നെസ്സിൽ ഇന്റർസെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കേൾക്കാൻ പറ്റണം. ദാറ്റ് ഈസ് ദ ബേസിക് കൺസെപ്റ്റ് ഓഫ് what you mean by an acoustically good auditorium or acoustically perfect auditorium. So in order to ensure this thing, in order to ensure that each listener would listen, or each listener can intercept the sound with equal loudness at each point in a hall, then we want to eliminate some of the effects, some of the unwanted effects in a hall. So ഈ ഒരു കാര്യം ഉറപ്പുവരുത്തണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ ചില ഫാക്ടേഴ്സിൽ നമ്മൾ ചില കൺട്രോൾ വരുത്തണം. ആൻഡ് ദാറ്റ് കൺട്രോളിങ് ഫാക്ടേഴ്സ് ഓർ ദാറ്റ് arrangement of such factors is called acoustic requirement of a building. Such factors, one of the factor is, so ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നിങ്ങളെ പേജ് നമ്പർ ടെക്സ്റ്റിലെ പേജ് നമ്പർ 180, acoustic requirements of a building or factors affecting acoustics or common acoustical defect and their remedies. ഇത് എസ്എക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സെമസ്റ്റർ എക്സാമിനും സീരീസ് എക്സാമിനൊക്കെ 100% അല്ലെങ്കിൽ ഒരു 90% ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് വി മസ്റ്റ് ഇൻക്ലൂഡ് ഓർ വി മസ്റ്റ് ടേക്ക് ഓൺ അക്കൗണ്ട് വെൻ വി ബിൽഡ് എ ഹാൾ?
ഒരു ഹാള് പണിയുമ്പോൾ വെദർ ഇറ്റ് ഈസ് എ തിയേറ്റർ ലെക്ചർ ഹാൾ എന്തോ ആയിക്കോട്ടെ, ഒരു അക്കോസ്റ്റിക്കലി ഗുഡ് ഹാള് പണിയുമ്പോൾ നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് റിവർബറേഷൻ. സോ വി ഓൾറെഡി studied or we already learned what is reverberation. Reverberation is the persistence of sound energy in a hall after the original source has been cut off. അതായത് സൗണ്ടിന്റെ ഒറിജിനൽ സൗണ്ട് സോഴ്സ് കട്ട് ചെയ്താലും ഒറിജിനൽ സൗണ്ട് നിന്ന് കഴിഞ്ഞാലും പിന്നെയും ആ ഹാളിലെ സൗണ്ട് പെർസിസ്റ്റ് ചെയ്യുന്നതിനെയാണ്, നിലനിൽക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റിവർബറേഷൻ. സോ ആൻഡ് വാട്ട് ഈസ് റിവർബറേഷൻ ടൈം എന്ന് പറഞ്ഞു. ഓക്കെ, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. വാട്ട് ഈസ് ദ റീസൺ ഫോർ റിവർബറേഷൻ? റിവർബറേഷൻ എന്ന അക്യൂസ്റ്റിക് ഫിനോമിനോ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള റീസൺ എന്താണ്? റീസൺ ഈസ് the multiple reflections from the objects, that means from wall, ceiling, etc., is the reason for reverberation. So we already learned what is reverberation. Reverberation എന്താണെന്ന് പഠിച്ചു. റിവർബറേഷൻ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സൗണ്ട് സോഴ്സ് നിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ആ സൗണ്ട് ഫീൽ ചെയ്യുന്നു. ദാറ്റ് ഈസ് റിവർബറേഷൻ. വാട്ട് ഈസ് ദ റീസൺ? റീസൺ ഈസ് ഡ്യൂ ടു മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഫ്രം വാൾ, സീലിംഗ്, എക്സെട്ര. ദാറ്റ് മീൻസ് നമ്മൾ ഹാളിലുള്ള ഒബ്ജക്ട്സ്, ഉദാഹരണത്തിന് ചുമരുണ്ടാവും, സീലിംഗ് ഉണ്ടാവും, ഫ്ലോർ ഉണ്ടാവും, അതിൽ നിന്നൊക്കെ തട്ടി റിഫ്ലക്ട് ചെയ്യുന്നു. ഡ്യൂ ടു ദാറ്റ് റിഫ്ലക്ഷൻ വി ഫീൽ റിവർബറേഷൻ. സോ ഫോർ എ ഗുഡ് അക്കോസ്റ്റിക്കലി ഗുഡ് ഓഡിറ്റോറിയം നമുക്ക് എന്താണ്? റിവർബറേഷൻ ടൈം എന്തായിരിക്കണം? റിവർബറേഷൻ ടൈം ഷുഡ് ബി ഒപ്റ്റിമം. റിവർബറേഷൻ ടൈം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ദാറ്റ് ഈഫ് റിവർബറേഷൻ ടൈം ഇസ് ടു ലാർജ്, റിവർബറേഷൻ ടൈം ടു ലാർജ് ആയി കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ പ്രോബ്ലം? ദാറ്റ് മീൻസ് അവർ വേർഡ്സ് ഓർ ദ മ്യൂസിക്കൽ നോട്ട്സ് വിൽ ഗെറ്റ് ഇന്റർഫിയർഡ്. ഞാനൊരു വാക്ക് പറഞ്ഞു, ആ വാക്ക് പറയുന്നതിന്റെ സൗണ്ട് എന്ത് ചെയ്യും? റിവർബറേഷൻ കണ്ടിന്യൂ ചെയ്യും. ആ വാക്കിന്റെ ലാസ്റ്റ് പാർട്ട് സൗണ്ട് കണ്ടിന്യൂ ചെയ്യും. സോ നെക്സ്റ്റ്, വെൻ ഐ സേ നെക്സ്റ്റ് വേർഡ്, the remaining part of sound in the previous word get interfered with original sound. So റിവർബറേഷൻ ടൈം, വലിയ റിവർബറേഷൻ ടൈം അധികമാണ്. അതായത് ഞാനൊരു സൗണ്ട് വാക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടും അതിന്റെ ബാക്കി സൗണ്ട് ഹാളിൽ പെർസിസ്റ്റ് ചെയ്യുന്നു ഒരുപാട് സമയത്തേക്ക്. വാട്ട് ഈസ് ദ പ്രോബ്ലം? അടുത്ത ഒറിജിനൽ വേറൊരു വാക്ക് പറഞ്ഞാൽ അതും ഇതും ഇന്റർഫിയർ ചെയ്യും. സോ റിവർബറേഷൻ ടൈം ഷുഡ് നോട്ട് ബി ടു ലാർജ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് റിവർബറേഷൻ ടൈം ഷുഡ് നോട്ട് ബി ടു ഷോർട്ട്. വളരെ ചെറുതാവാനും പാടില്ല. വാട്ട് ഈസ് ദ റീസൺ? അഭിറാം പി പി ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് വന്നതുണ്ട്, വന്നപാടെ ലെഫ്റ്റ് ആയി. ഞാനിവിടെ നോട്ട് ചെയ്ത് നോക്കുകയാണ്. സോ റിവർബറേഷൻ ടൈം, വൈ റിവർബറേഷൻ ടൈം ഈസ് ഷുഡ് നോട്ട് ബി ടു ഷോർട്ട്? കാരണം റിവർബറേഷൻ ടൈം ടു ഷോർട്ട് ആയി കഴിഞ്ഞാൽ there will be dead silence between words or musical note. സോ രണ്ട് വാക്ക്, ഒരു ലെക്ചർ ഹാൾ, ഒരു ലെക്ചർ നടത്തിക്കൊണ്ടിരിക്കുന്നു, രണ്ട് വാക്കുകൾക്കിടയിൽ എന്ത് വരും? there will be dead silence. സോ ഒരു വാക്ക് പറഞ്ഞു, അടുത്ത വാക്ക് പറയുമ്പോഴത്തേക്കും കണ്ടിന്യൂസിറ്റി നമുക്ക് നഷ്ടപ്പെടും. അതായത് ആ രണ്ട് വാക്കുകൾക്കിടയിൽ ഒരു ഡെഡ് സൈലൻസ് നമുക്ക് ഫീൽ ചെയ്യും. സോ for an acoustically good hall, so acoustically good hall, so in order to build such a auditorium or such a hall, then reverberation time should have an optimum value. Reverberation time എന്താണ്? ഇതിനൊരു optimum value വേണം. So we use Sabine's formula to calculate the reverberation time with given specific area of sound absorption and volume. വോളിയവും സൗണ്ട് അബ്സോർപ്ഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ, we can use Sabine's formula in order to calculate the reverberation time. So first factor is reverberation, and what is the point? Reverberation time should be optimum. Reverberation time in the value എന്തായിരിക്കും? കൂടാനും പാടില്ല, കുറയാനും പാടില്ല. It should have an optimum value. Now how can we control this reverberation time? എങ്ങനെയാണ് റിവർബറേഷൻ ടൈം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? റിവർബറേഷൻ ടൈം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിന് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് റിവർബറേഷൻ വരുന്നത്? അതിന്റെ റീസണെ കൺട്രോൾ ചെയ്യുക. So reverberation is due to reflection from materials or the objects in the hall. എങ്കിൽ നമ്മൾ ഏത് ഹാളിൽ വെച്ചാണോ മ്യൂസിക് പ്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പീക്കർ സംസാരിക്കുന്നത്, ആ ഹാളിലെ ഒബ്ജക്ട്സിൽ തട്ടി സൗണ്ട് വേവ് റിഫ്ലക്ട് ചെയ്യുന്നതുകൊണ്ടാണ് റിവർബറേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഇൻ ഓർഡർ ടു കൺട്രോൾ റിവർബറേഷൻ ടൈം we want to control reflection. How can we control sound reflection in a building? First one is by selecting suitable building material and furnishing material. കൃത്യമായിട്ട് റിവർബറേഷൻ ടൈം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുക ഇൻ ഓർഡർ ടു ബിൽഡ് ദ ഹാൾ. സെക്കൻഡ് വൺ ഈസ് ബൈ പ്രൊവൈഡിങ് പ്രോപ്പർ വിൻഡോസ് അറ്റ് പ്രോപ്പർ പ്ലേസസ്. എന്ത് ചെയ്യാം? വിൻഡോസിന്റെ പ്രോപ്പർ പ്ലേസസിൽ പ്രോപ്പർ വിൻഡോ പ്ലേസ് ചെയ്യാം. We know what is window. ഓപ്പൺ വിൻഡോ എന്ന് പറഞ്ഞാൽ എന്താ? an open window is a perfect absorber. സോ റിഫ്ലക്ഷൻ കുറക്കാൻ എന്ത് ചെയ്യണം? in order to decrease reflection we want to increase absorbance. സോ കൂടുതൽ അബ്സോർബ് ചെയ്യുന്ന മെറ്റീരിയൽ ഹാളിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ കുറയ്ക്കാം, റിവർബറേഷൻ കുറയ്ക്കാം, അല്ലെങ്കിൽ റിവർബറേഷൻ ടൈം ക്യാൻ ബി കൺട്രോൾ. ആൻഡ് തേർഡ് പോയിന്റ് ഈസ്
covering walls and ceiling with sound absorbing materials like thick curtains, fiber boards, etc. That means, again, we are using sound absorbing materials like thick curtains and fiber boards. And fourth point is covering floors with carpet. കാരണം ഫ്ലോറിൽ നിന്നും റിഫ്ലക്ട് ചെയ്ത് സൗണ്ട് വരാം. So in order to avoid the reflection in floor, we can cover the floor with carpets, which is a sound absorbing material. And third one, and we can also use sound absorbing tiles. Sound absorbing tiles use here also by providing full audience in auditorium. That means if full audience is present in auditorium, then lot of sound energy get absorbed in the audience. Audience in the body എന്ന് പറയുന്ന ഒരു perfect അല്ല എങ്കിലും that is a good absorber. So full audience ഉള്ള ഒരു ഹാളിൽ okay, reverberation time can be controlled due to this absorption or by avoiding reflection of sound. And last point is furnishing with upholstered seat. What do you mean by upholstered seats? Upholstered seats എന്ന് പറഞ്ഞാൽ നമുക്ക് ഉദാഹരണത്തിന് സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽ വെച്ച് കവർ ചെയ്ത സീറ്റുകളാണ് upholstered seat. ഉദാഹരണത്തിന് if we cover the seat with some textiles or some cotton, then we can say that seat is a upholstered seat. So these are the remedial actions or remedies in order to control the reverberation time. So initially we discussed an important parameter which affects the acoustics of a building, that is reverberation time. We know what is reverberation and what is reverberation time and what is the reason for reverberation. So in order to control reverberation, these remedies we discuss idella remedies നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. Next one is echo. So in order to ensure equal loudness is distributed in the hall, അതായത് ഹാളിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഈക്വൽ ലൗഡ്നെസ്സിലാണ് ഒരു ലെക്ചർ കേൾക്കുന്നെങ്കിൽ ഉറപ്പ് വരുത്തണമെങ്കിൽ വി വാണ്ട് ടു അവോയ്ഡ് ദിസ് തിങ് എക്കോ എന്ന് പറയുന്ന കാര്യത്തെ ഒരു പരിധി വരെയെങ്കിലും നമ്മൾ നിയന്ത്രിക്കണം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ എക്കോ ഈസ് പ്രൊഡ്യൂസ്ഡ്? വാട്ട് ഈസ് എക്കോ? നമ്മൾ ഓൾറെഡി ദേവ്കിരൺ പറഞ്ഞു. എക്കോ എന്ന് പറഞ്ഞാൽ എന്താ? എക്കോ ഇസ് ദ റിപ്പീറ്റേഷൻ ഓഫ് സൗണ്ട് when it is reflected on a surface which is too much distant from the original sound source. So sound source il ninnu ഒരുപാട് ഡിസ്റ്റൻസിലുള്ള ഒരു ഒബ്ജക്റ്റിൽ തട്ടി പിന്നെയും സൗണ്ട് വേവ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്നതിനാണ് എക്കോ എന്ന് പറയുന്നത്. സോ ഈ എക്കോ ക്യാൻ ബി ഓൺലി എക്സ്പീരിയൻസ്ഡ് ഇഫ് ദ reflected sound wave reach the ear 1/7 seconds times after the original sound wave has been reached. അതായത് ഒറിജിനൽ സൗണ്ട് വേവ് ചെവിയിൽ എത്തിക്കഴിഞ്ഞ് 1/7 seconds കഴിഞ്ഞെങ്കിലും റിഫ്ലക്റ്റഡ് സൗണ്ട് വേവ് നമ്മുടെ ചെവിയിൽ എത്തിയാൽ മാത്രമേ നമുക്കത് എക്കോ ആയി ഫീൽ ചെയ്യുള്ളൂ. കാരണം റിഫ്ലക്ഷൻ എല്ലായിടത്തും നടക്കും, അത് എക്കോ റിപ്പീറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ മിനിമം 1/7 seconds ടൈം ഇന്റർവൽ എങ്കിലും വേണം. ആൻഡ് റീസൺ ഫോർ എക്കോ ഈസ് റിഫ്ലക്ഷൻ. റിവർബറേഷൻ പോലെ തന്നെ വാട്ട് ഈസ് ദ റീസൺ ഫോർ എക്കോ? റീസൺ ഫോർ എക്കോ ഈസ് ഓൾസോ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് വേവ്സ് ഫ്രം ദി ഒബ്ജക്ട്സ് ഇൻസൈഡ് ഹാളിൽ തന്നെയുള്ള ഒബ്ജക്ട്സിൽ റിഫ്ലക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എക്കോ ഫീൽ ചെയ്യുന്നത്. സോ വാട്ട് ഷുഡ് ബി ദ റെമഡിയൽ മെഷേഴ്സ് ഫോർ എക്കോ? സോ എക്കോ കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും റെമഡിയൽ മെഷേഴ്സ്? റെമഡിയൽ മെഷർ ഈസ് ടു കൺട്രോൾ ദി റീസൺ. സോ എങ്ങനെ റീസൺ കൺട്രോൾ ചെയ്യാം? എന്തുകൊണ്ടാണ് എക്കോ വരുന്നത്, അതിന്റെ റീസൺ കൺട്രോൾ ചെയ്താൽ മതി. സോ ഇൻ ഓർഡർ ടു കൺട്രോൾ എക്കോ, ദി എക്കോ ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ increase the sound absorbing materials. That means covering distant walls with sound absorbing materials. അതായത് എക്കോ ഭൂരിഭാഗം എക്കോയും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡിസ്റ്റന്റ് ആയിട്ടുള്ള വാൾസിൽ നിന്നാണ്. സോ വലിയ ഹാളുകളിലാണ് എക്കോ ഫീൽ ചെയ്യുന്നത്. സോ വി ക്യാൻ കവർ ദാറ്റ് ഡിസ്റ്റന്റ് വാൾസ് ബൈ സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽസ് ആൻഡ് ഓൾസോ ബൈ പ്രൊവൈഡിങ് തിക്ക് കർട്ടൻസ് വിത്ത് ഫോൾഡിംഗ്. എന്ത് ചെയ്യാം? തിക്ക് കർട്ടൻസ് പ്രൊവൈഡ് ചെയ്യാം. സോ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ്? എന്താ തിക്ക് കർട്ടൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള ഗുണം എന്താണ്? Then absorbance. So that is a sound absorbing material. So reflection can be avoided. And third point is parallel and hard walls will produce echoes in auditorium. So എന്താണ് സാധാരണഗതിയിൽ ഹാർഡ് വാൾസ്, പാരലൽ വാൾസ് എക്കോ പ്രൊഡ്യൂസ് ചെയ്യും. So in order to minimize that, we can use played side walls or instead of parallel walls, and echo problem can be minimized. So we discussed two important points which depends or affects the acoustics of building. First one is reverberation, and second one is echo. And we discussed what are the remedial measures in order to minimize or control these acoustic factors. Then third one is focusing of sound energy. If there are concave or spherical or cylindrical, or generally speaking, if there are curved surfaces in this hall, then sound energy will get focused on certain region.
അതായത് ഉദാഹരണത്തിന് ഒരു ഹാള് കെർവ്ഡ് ആണ്, അല്ലെങ്കിൽ അവിടെ ആ ഒരു ഹാളിൽ കെർവ്ഡ് ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇഫ് ദിസ് ഈസ് എ ഹാൾ, ഇതാണ് ഒരു ഹാളിന്റെ ക്രോസ് സെക്ഷണൽ വ്യൂ എങ്കിൽ that means ഇത് ഈ ഒരു ഡയറക്റ്റ് ഈ ഒരു സൈഡ് കെർവ്ഡ് ആണല്ലോ. സോ വാട്ട് ഹാപ്പൻസ്? സോ ഇഫ് ദ സൗണ്ട് എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഹിയർ, ഇവിടെയാണ് സ്പീക്കർ നിൽക്കുന്നെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ദെൻ സൗണ്ട് എനർജി ഗെറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം ഹിയർ, ഗെറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം ഹിയർ, ഗെറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം ഹിയർ, ഗെറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം ഹിയർ, എല്ലാ സൈഡിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് ചില പൊസിഷൻസിൽ സൗണ്ട് എനർജി ഫോക്കസ് ചെയ്യപ്പെടും. സോ if the hull or if there are concave, spherical or cylindrical or curved objects in some hull, then the sound energy get focused at certain points. അതായത് ഇതിന്റെ സെൻട്രൽ, ആ കർവിന്റെ സെൻട്രൽ എന്ത് പറ്റും? സൗണ്ട് എനർജി ഫോക്കസ് ചെയ്യപ്പെടും. സോ അങ്ങനെ ഫോക്കസ് ചെയ്യപ്പെട്ടാൽ വി കാണ്ട് ഓർ വി കനോട്ട് എൻഷുർ ഈക്വൽ ലൗഡ്നെസ്. സോ ഈ ഒരു പോയിന്റിൽ സൗണ്ട് ഫോക്കസ് ചെയ്യപ്പെടുന്ന സ്ഥലത്ത് ഇരിക്കുന്ന ഒരു ലിസണറിന് എന്ത് ചെയ്യും? ഹി ഫീൽസ് ഹയർ ലൗഡ്നെസ്. ഇനി സൗണ്ട് ഫോക്കസ് ചെയ്യപ്പെടാത്ത ഈ ഒരു സീറ്റിൽ ഉള്ളവർക്ക് എന്ത് ഫീൽ ചെയ്യും? ദേ വിൽ ഫീൽ കമ്പാരിറ്റീവ്ലി ലോ ലൗഡ്നെസ്. അതായത് ഈക്വൽ ലൗഡ്നെസ് ആയിരിക്കില്ല ഒരു ഹാളിൽ. ഇഫ് ദർ ആർ concave, spherical, cylindrical or some curved surfaces, or if the whole hall is some curved geometry, then there will be focusing of sound energy to certain regions of sound. So in order to minimize that, or in order to avoid that, we must avoid these curved surfaces in the hall, or that is the remedial measure. So the uniform distribution of sound energy can be ensured by, what is the first point? The first point is there should not be any curved surfaces on the walls, ceilings, floor, etc. If the curved surfaces are present, then they must be covered with suitable sound absorbing materials. So ഈ സൗണ്ടിന്റെ ഫോക്കസിങ്ങിനെ മാറ്റാൻ വേണ്ടിയിട്ട് എന്താ, സൗണ്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ലൗഡ്നെസ് ആയിരിക്കില്ല. ഒരു പോയിന്റിൽ ഇരിക്കുന്ന ആൾക്ക് മറ്റൊരു പോയിന്റിൽ ഇരിക്കുന്ന ആളെ കമ്പയർ ചെയ്യുമ്പോൾ ലൗഡ്നെസ്സിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. സോ ഇൻ ഓർഡർ ടു എൻഷുർ ഈക്വൽ ലൗഡ്നെസ് ഫോർ ഓൾ ലിസണേഴ്സ്, ഒരു ഹാളിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഒരേ ലൗഡ്നെസ് എൻഷുർ ചെയ്യണമെങ്കിൽ വി ഷുഡ് അവോയ്ഡ് കർവ്ഡ് സർഫസസ്. അല്ല, ഇനി അത് ഇഫ് ദാറ്റ് ഈസ് എസെൻഷ്യൽ, അത് കർവ്ഡ് സർഫസസ് വേണം, എസെൻഷ്യൽ ആണെങ്കിൽ then that should be covered with suitable sound absorbing materials. And also ceiling should be very low. സീലിംഗ് എന്തുകൊണ്ടാണ് ലോ എന്ന് പറയുന്നതിന്റെ കാരണം അടുത്തൊരു പോയിന്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. Now next point is design of hall is so made the speaker will be at the focus of parabolic reflecting surfaces arranged behind him. That means if we have a parabolic hall, then the speaker should be at focus. Speaker എന്ത് ചെയ്യണം? സ്പീക്കർ ആ പാരബോളിക് ഹാളിന്റെ ഫോക്കസിലായിരിക്കണം. ഇഫ് സ്പീക്കർ ഈസ് ഇൻ ഫോക്കസ്, സ്പീക്കർ ഫോക്കസിലാണെങ്കിൽ then sound is produced from the speaker and it will get reflected. ഇതെന്ത് ചെയ്യും? പിന്നെ സ്പീക്കർ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, പാരബോളിക് സർഫസസിൽ റിഫ്ലക്ട് ചെയ്യും, അഗെയിൻ തിരിച്ച് ഫോക്കസിൽ വന്ന് സൗണ്ട് എനർജി ഫോക്കസ് ചെയ്യും. സോ there will be an equal distribution of sound energy in this hall. So if our hall is parabolic or some curved space, then we must ensure that speaker is in the focus of that curve. So ഒരു curved hall ആണെങ്കിൽ equal loudness ensure ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? We must ensure that our speaker or what thing is producing sound, it should be on the focus of that curve. അങ്ങനെ ഫോക്കസിലാണെങ്കിൽ we can ensure that there will be equal loudness. If that thing is not in focus, അത് ഫോക്കസിൽ അല്ലെങ്കിൽ then there will be focusing of energy in some other point. Okay. So we discussed another point, that focusing of energy must be avoided in an acoustically good hall. Or acoustically good hall അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിൽ എന്താ, സൗണ്ട് എനർജി certain points ഫോക്കസ് ചെയ്യുന്നത് ഒഴിവാക്കണം. So also we discussed some of the remedial points. And fourth point is adequate loudness. There must be sufficient loudness throughout or inside the hall, or large absorption reduces loudness considerably. നമ്മളിപ്പോൾ പറഞ്ഞ എക്കോ, റിവർബറേഷൻ, ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? വാട്ട് ആർ ദി റെമഡിയൽ ആക്ഷൻസ്? നമ്മൾ പറഞ്ഞു റിഫ്ലക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഒരുപാട് സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്തു. പക്ഷെ ഒരുപാട് സൗണ്ട് അബ്സോർബ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ പ്രോബ്ലം? സൗണ്ട് അബ്സോർബ് ചെയ്യുന്നു എന്നതിന്റെ അർത്ഥം എന്താ? സൗണ്ട് എനർജി അബ്സോർബ് ചെയ്യുന്നു. സോ സൗണ്ടിന്റെ എനർജി കുറയും. സോ ഇഫ് ദാറ്റ് എനർജി ഈസ് ലെസ് ദാൻ സഫീഷ്യന്റ് എനർജി which our ear can intercept, then that is a problem. So ആവശ്യമായ ലൗഡ്നെസ്, ഒരു മിനിമം ലൗഡ്നെസ് എന്തായാലും സൗണ്ടിന് വേണം. സോ
if we are using some sound absorbing materials, it should be controlled. So sound absorbing materials reflection ഒഴിവാക്കാൻ ഉപയോഗിക്കുന്നത് കൊള്ളാം, പക്ഷെ അതിന് ചെറിയൊരു കൺട്രോൾ വേണം. Why is that? Because it can be affect the loudness. So we want to ensure an adequate loudness to all the listeners in a hall. So for sufficient loudness, some of the remedial actions or remedial measures can be taken. What are they? First one is the large sounding boards must be kept behind the speaker or polished boards. The sounding boards in the speaker and we can use large polished boards. Because it should reflect sound. That is speaker in the back side sound speaker in the back side sound. So speaker in the back sound reflect we can use polished boards. And second point is polished surfaces can be kept above the speaker. Speaker in the polished surfaces in order to reflect sound. Speaker in the sound we only want sound in front of speaker. And ceiling must be low as possible. Ceiling in the that means, if we know that if അതായത് ഒരു ഹാളിനെ നമുക്കൊരു ക്യൂബിനോട് ഉപമിക്കാൻ പറ്റും. സോ ദ വോളിയം ഓഫ് ഹാൾ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഹെയ്റ്റ്. ഒരു ഹാളിന്റെ വോളിയം ഡിറ്റർമൈൻ ചെയ്യുന്ന എന്താ? ഇതാണ് ഫ്ലോർ. ഇതിന്റെ വോളിയം ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ എന്താ? ഹെയ്റ്റ് ആയിരിക്കും. ഹെയ്റ്റ് കൂടിക്കഴിഞ്ഞാൽ ഈ ഹാളിന്റെ വോളിയം കൂടും. സോ ഇഫ് വി ഇൻക്രീസ് ദ ഹെയ്റ്റ്, അല്ലെങ്കിൽ സീലിംഗ് വളരെ മുകളിലാണ്, ഇഫ് ഹെയ്റ്റ് വളരെ അധികമാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് എനർജി ഈ വോളിയത്തിൽ മുഴുവൻ സ്പ്രെഡ് ചെയ്യണം. സോ sound energy should be equally spread in this volume. So ceiling, if the ceiling is low as possible, പരമാവധി താഴെയാണെങ്കിൽ വോളിയം കുറഞ്ഞു. സോ distribute ചെയ്യുന്ന സൗണ്ട് എനർജി കമ്പാരേറ്റീവ്ലി ഹൈ ആയിരിക്കും. സോ we can ensure an adequate loudness by ensuring the ceiling is low as possible. And fourth point is loudspeakers with suitable power must be kept at the proper places. അതായത് എല്ലാവർക്കും അഡീക്വേറ്റ് ലൗഡ്നെസ് എൻഷൂർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ലൗഡ് സ്പീക്കേഴ്സ് ഹാളിന്റെ എല്ലാ സ്ഥലത്തും അല്ലെങ്കിൽ പ്രോപ്പർ പൊസിഷൻസിൽ നമ്മൾ കീപ്പ് ചെയ്യണം. സോ ദാറ്റ് വാസ് ദി ഫോർത്ത് പോയിന്റ്. We want to ensure adequate loudness or the sufficient loudness to all the listeners. To also we discuss what are some of the remedial measures in order to ensure that. And fifth point is resonance effect. What is resonance effect? സോ നിങ്ങൾ പ്ലസ് ടുവിൽ റെസോണൻസ് കോളം എന്ന എക്സ്പെരിമെന്റ് ചിലപ്പം ചെയ്തിട്ടുണ്ടോ? റെസോണൻസ് കോളം എന്ന എക്സ്പെരിമെന്റ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ. ക്വസ്റ്റ്യൻ ചോദിക്കാനല്ല, അറിയാൻ വേണ്ടിയിട്ടാണ്. ആരെങ്കിലും റെസോണൻസ് കോളം എന്ന എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, റെസോണൻസ് കോളം മീൻസ് റെസോണൻസ് കോളം എന്ന് പറയുന്നത് എയർ കോളം ആയിരിക്കും. സോ ആ എയർ കോളത്തിന് മുകളിൽ നമ്മൾ ഒരു PVC പൈപ്പ് വെച്ച് ബിൽഡ് ചെയ്തൊരു എയർ കോളം ആയിരിക്കും. ആ എയർ കോളത്തിന് മുകളിൽ resonance column is an air column. So water വെച്ച് ഇതിന്റെ ലെവൽ കീപ്പ് ചെയ്യുന്നുണ്ടാവും. സോ ഇഫ് വി എക്സൈറ്റ് എ ട്യൂണിംഗ് ഫോർക്ക് ഒരു സൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ട്യൂണിംഗ് ഫോർക്ക് ഈസ് സെയിം ആസ് ദി നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദിസ് എയർ കോളം, ഈ എയർ കോളത്തിന്റെ അതേ നാച്ചുറൽ ഫ്രീക്വൻസി ആണ് നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കുന്ന ട്യൂണിംഗ് ഫോർക്കിനെങ്കിൽ എന്ത് ചെയ്യും? റെസോണൻസ് സംഭവിക്കും. സോ എന്ത് പറ്റും? ഈ എയർ കോളം അതിൻ്റെതായ സൗണ്ട് വേവ് പ്രൊഡ്യൂസ് ചെയ്യും. സോ അത് നമുക്ക് ഓഡിബിൾ ആയിരിക്കും, നമുക്കത് കേൾക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ റെസോണൻസ് കോളം എന്ന് പറയുന്ന എക്സ്പെരിമെന്റ്സ്. റെസോണൻസ് എഫക്ട് ഈസ് സിമിലർ ടു ദാറ്റ്. സോ ഒരു ഓഡിറ്റോറിയത്തിൽ അതിന്റെ വാളിൽ, അതായത് അതിന്റെ ചുമരിൽ ഒരുപാട് എയർ ഹോൾസ് അല്ലെങ്കിൽ എയർ പോക്കറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അസ്യൂം ദാറ്റ് ദർ ആർ സോ മെനി ഹോളോസ് ഓർ എയർ ക്യാവിറ്റീസ് ഓർ എയർ പോക്കറ്റ്സ് ഇൻ എ വാൾ ആൻഡ് സീലിംഗ് ആൻഡ് ഇറ്റ് വിൽ കണ്ടെയ്ൻ എയർ. സോ ഒരു ഹോൾ ഉണ്ടെങ്കിൽ അതിൽ എയർ ഉണ്ടാവും. So when a speaker is producing a sound, so നമ്മൾ ട്യൂണിംഗ് ഫോർക്ക് വെച്ച് റെസോണൻസ് കോളം എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന പോലെ തന്നെ സ്പീക്കർ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ the natural frequency of this air column is absorbed by this air pocket. അതെന്താ? ഈ വാളിലുള്ള എയർ പോക്കറ്റ് എന്ത് ചെയ്യും? അതിനാവശ്യമുള്ള ഫ്രീക്വൻസി അബ്സോർബ് ചെയ്യും, അതൊരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് എ നോയിസൻസ്. അതെന്താണ്? അതൊരു നോയിസൻസ് ആണ്. ബിക്കോസ് റെസോണൻസ് എഫക്ട് ഇറ്റ് ക്രിയേറ്റ് റെസോണൻസ്. കാരണം നമ്മൾ സ്പീക്കർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ലിസണർക്ക് കേൾക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലാതെ ചുമരിലും സീലിംഗിലുള്ള എയർ പോക്കറ്റ്സ്, ഹോളോ കോളംസ് ഇതൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന റെസോണൻസ് സൗണ്ട് കേൾക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് എ നോയിസ്. സോ റെസോണൻസ് എഫക്ട്
is a disturbance or a noise compared to the original sound. So resonance effect should be avoided in a acoustically good auditorium. So what is the remedial action? So the remedial action is clear. എന്ത് ചെയ്യാം? ഇത് ഒഴിവാക്കണമെങ്കിൽ the hollow portions, cavities and air pockets must be avoided in a acoustically good auditorium. So fifth point is resonance effect. സോ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. മനസ്സിലായില്ലെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക എന്താണ് റെസോണൻസ് കോളം എന്ന എക്സ്പെരിമെന്റ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അവിടെ റെസോണൻസ് വരുന്നത്. എക്സ്റ്റേണൽ സൗണ്ടിൽ നിന്ന് ആവശ്യമായ ഫ്രീക്വൻസി അക്സെപ്റ്റ് ചെയ്ത് സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് വേവ്സ് ആയിരിക്കും റെസോണൻസ് എഫക്റ്റിന് കാരണം. And sixth point is echelon effect. What is echelon effect? അല്ലെങ്കിൽ echelon effect. What is that? If there are set of railings or regular spacing of reflecting surface in an auditorium or some hall, then it will produce musical notes due to regular repetition of echoes. So, ഉദാഹരണത്തിന് ഇപ്പം ഒരു ഹാളിൽ സ്റ്റെപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. If there are steps in a hall. So, I am drawing steps. സോ സൗണ്ട് ഒരു സ്പീക്കർ പ്രൊഡ്യൂസ് ചെയ്തു. സോ ആദ്യത്തെ സ്റ്റെപ്പിൽ തട്ടി എക്കോ റിഫ്ലക്ട് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പിന് ഡിസ്റ്റൻസ് കുറച്ച് അധികമായിരിക്കും, അഗെയിൻ എക്കോ എക്സ്പീരിയൻസ് ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പിന് ഡിസ്റ്റൻസ് ഈസ് ഹയർ ദാൻ സെക്കൻഡ് സ്റ്റെപ്പ്, ഇവിടെ നിന്നും എക്കോ റിഫ്ലക്ട് ചെയ്യും. സോ റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും, എക്കോ ഒരു ലിസണർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. സോ ഇറ്റ് വിൽ ഫീൽ ആസ് എ മ്യൂസിക്കൽ നോട്ട്. സോ ഇതിന്റെ ഡിസ്റ്റൻസ് വേറെയാണ്, എക്കോ ഫീൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് വേറെയാണ്. സോ റിപ്പീറ്റഡ് ആയിട്ടുള്ള സൗണ്ട് എന്താ ഒരു മ്യൂസിക്കൽ നോട്ട് പോലെ എക്സ്പീരിയൻസ് ചെയ്യും. So this effect, that means this production of or this nuisance which it feels like a musical note and which confuses from the original sound is called echelon effect. So echelon effect എന്ന് പറഞ്ഞാൽ എന്താ, റെഗുലർ സ്പേസിങ് അല്ലെങ്കിൽ സ്റ്റെപ്സ് പോലെയുള്ള റെഗുലർ സ്പേസിങ് ഒരു അക്കോസ്റ്റിക്കൽ ഒരു ഓഡിറ്റോറിയത്തിൽ ഉണ്ടെങ്കിൽ ആ സ്പേസിങ്ങിൽ തട്ടി അല്ലെങ്കിൽ ആ സ്റ്റെപ്സിൽ അല്ലെങ്കിൽ റെയിലിംഗിൽ തട്ടി എന്ത് ചെയ്യും, സൗണ്ട് വേവ്സ് റിഫ്ലക്ട് ചെയ്യും. ആ റിഫ്ലക്ഷൻ റിപ്പീറ്റഡ് ആയിരിക്കും ഡ്യൂ ടു ദിസ് ചേഞ്ച് ഇൻ ദ സ്പേസ്. സോ എന്താണ്, അതായത് ഓരോ സ്റ്റെപ്പും ഓരോ ദൂരത്തിലായിരിക്കും, ആ ഡിസ്റ്റൻസിൽ ചേഞ്ച് ഉണ്ടാകും. സോ അത് നമുക്ക് മ്യൂസിക് പോലെ എക്സ്പീരിയൻസ് ചെയ്യും. അതൊരു ന്യൂസൻസ് ആണ് ലിസണറെ സംബന്ധിച്ച്. ആൻഡ് ദാറ്റ് പ്രൊഡക്ഷൻ ഓഫ് സം മ്യൂസിക്കൽ നോട്ട്സ് ഡ്യൂ ടു ദി ട്രെയിലിംഗ് ആൻഡ് റെഗുലർ സ്പേസിംഗ് is called echelon effect. And how can this avoided? Remedy is equally spaced steps, ceilings, pillars, etc. must be covered with suitable sound absorbing material. So ഇതിനുള്ള റെമഡി എന്താ? റെമഡി is simple and clear. Equally spaced steps, ceilings, pillars, etc. must be covered with suitable sound absorbing material. And seventh point is noises and sound insulators. What do you mean by noises and sound insulators? What is noise? Noise എന്ന് പറഞ്ഞാൽ എന്താ? Unwanted sound in an auditorium is called noise. Unwanted sound in an auditorium is called noise. അതായത് നമുക്ക് ഒരു ലെക്ചർ ഹാളിൽ സ്പീക്കറുടെ സൗണ്ട് അല്ലാതെ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്ന ഒരു ഹാളിൽ ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ സൗണ്ട് അല്ലാതെ മറ്റൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എനി അതർ സൗണ്ട് ദാൻ സ്പീക്കർ ഈസ് ടേംഡ് as നോയ്സ്. അതിനെ നമ്മൾ നോയ്സ് എന്ന് പറയും. നോയ്സ്, വാട്ട് ഇസ് ദ നോയ്സ്? പ്രൊഡ്യൂസ് എ ഡിസ്പ്ലേസിംഗ് എഫക്ട് ഇൻ ലിസണർ ആൻഡ് ഈസ് ഓൾവേസ് എ ന്യൂസൻസ് ടു ലിസണർ. നോയ്സ് എന്താ, നമ്മുടെ ലിസണർക്ക് എപ്പോഴും ഒരു ഡിസ്പ്ലേസിംഗ് എഫക്ട് ആയിരിക്കും. And this noise can be of high frequency and high intensity. So it can disturb the original noise. അല്ലെങ്കിൽ ഒറിജിനൽ സ്പീക്കറുടെ സ്പീക്കർ എന്താണോ ചെയ്യുന്നത് ആ ഒരു പ്രവൃത്തി, ആ ആക്ടിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള എനർജി ഈ നോയ്സ് ഉണ്ടാവാം. സോ നോയ്സസ് ക്യാൻ ബി പ്രിവെന്റഡ് യൂസിങ് സൗണ്ട് ഇൻസുലേഷൻ ഓർ സൗണ്ട് പ്രൂഫ്. സൗണ്ട് ഇൻസുലേഷൻ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സൗണ്ട് പ്രൂഫ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നോയ്സ് ഒഴിവാക്കാൻ പറ്റും. Again, noises are divided into three. First is airborne noise. What is airborne noise? Sound waves reaching the hall from outside through open windows, doors, ventilators, halls are called airborne noises. അതായത് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് പുറത്തുനിന്ന് കുറെ കുട്ടികൾ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, നോയ്സ് ഉണ്ടാക്കുന്നെങ്കിൽ അതെന്താ, നമ്മുടെ വാതിൽ ഡോറിൽ കൂടിയും വിൻഡോയിൽ കൂടിയൊക്കെ അല്ലേ നമ്മൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ എയറിൽ കൂടിയാണ് ഈ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് നമ്മുടെ ലെക്ചർ ഹാളിലേക്ക് എത്തുന്നത്. സോ ദാറ്റ് നോയ്സ് which is propagated through air is called airborne noise. And what are the remedies? എന്താണ് remedial action? ഒരു remedial action are simple. Opening and holes, ventilators, doors, windows, ഇതൊക്കെ പരമാവധി അവോയ്ഡ് ചെയ്യുക. And using double doors and double windows on separate frames with an insulating material in between them.
അതായത് ഡബിൾ ഡോഴ്സ് ആൻഡ് ഡബിൾ വിൻഡോസ് യൂസ് ചെയ്യാം. അപ്പൊ സൗണ്ട് മെറ്റീരിയൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻസുലേറ്റിംഗ് ഒരു സൗണ്ട് പ്രൂഫ് മെറ്റീരിയൽ അതിന്റെ ഇടയ്ക്ക് പ്ലേസ് ചെയ്യാൻ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഹെൽപ്പ് us to reduce airborne noise. And second type of noise is structure borne noise. Structure borne noise. What is meant by structure borne noise? The noise propagating through the structure of building is called structure borne noise. അതായത് നമ്മുടെ ബിൽഡിംഗ് അല്ലെങ്കിൽ നമ്മൾ ഏത് ഹാളിൽ നിന്നാണോ സംസാരിക്കുന്നത് അതിന്റെ മെറ്റീരിയൽസ് കൂടി പ്രൊപ്പഗേറ്റ് ചെയ്തു വരുന്ന സൗണ്ടിനെയാണ് നമ്മൾ സ്ട്രക്ചർ ബോൺ നോയ്സ് എന്ന് പറയുന്നത്. ഹൗ ക്യാൻ ബി ഇറ്റ് അവോയ്ഡഡ്? ഇറ്റ് ക്യാൻ ബി അവോയ്ഡഡ് ബൈ യൂസിങ് ബ്രേക്കിംഗ് ദ കണ്ടിന്യൂറ്റി ഓഫ് ബിൽഡിംഗ് വിത്ത് പ്രോപ്പർ സൗണ്ട് ഇൻസുലേറ്റേഴ്സ്. അതായത് ബിൽഡിംഗ് ഫുൾ കണക്റ്റഡ് ആണ്, ഫുൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ഒരറ്റത്ത് എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് മെറ്റീരിയലിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്ത് മറ്റേ അറ്റത്തെത്തും. സോ ഇഫ് ദർ ആർ ബ്രേക്ക് ഇൻ ബിറ്റ്വീൻ ബിൽഡിംഗ്, സോ ബിൽഡിംഗ്സിനിടയിൽ ബ്രേക്ക് ഉണ്ടെങ്കിൽ, ഇഫ് ദർ ആർ ബ്രേക്ക് ഇൻ ദിസ് ബിൽഡിംഗ്, ആ ബ്രേക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഗ്യാപ്പ് സൗണ്ട് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ വെച്ച് നമ്മൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ, then this sound or structure borne noise or the noise which is propagating through the structure of building can be prevented. And by also we can prevent that by using double walls in air between them. The third point is inside noise. എന്താണ് inside noise എന്ന് പറഞ്ഞാൽ? നോയ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ദ ഹാൾ ഈസ് കോൾഡ് ഇൻസൈഡ് നോയ്സ്. അതായത് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ചാൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഇൻസൈഡ് നോയ്സ് ആണ്, ശരിയല്ലേ? അതായത് ഞാനാണ് ശരിക്കും സംസാരിക്കുന്നത്, ക്ലാസ് എടുക്കുന്നത്, ലെക്ചർ നടത്തുന്നത്, പക്ഷെ വേറെ കുറച്ചാൾ ആവശ്യമില്ലാതെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻസൈഡ് നോയ്സ്. വാട്ട് ആർ ദി റെമഡിയൽ ആക്ഷൻസ്? സോ ഇൻസൈഡ് നോയ്സ് ഇപ്പം നിങ്ങൾ ഫിലിംസിലൊക്കെ കോടതികൾ കണ്ടിട്ടുണ്ടെങ്കിൽ ടൈപ്പ് റൈറ്റേഴ്സ് ഉണ്ടാവും. സോ ടൈപ്പ് റൈറ്റർ അല്ലെങ്കിൽ സം കമ്പ്യൂട്ടർ കീബോർഡ് ഒരു ഹാളിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ then we can place that machine in absorbent pads, sound absorb ചെയ്യുന്ന പാഡുകളിൽ അത് പ്ലേസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഫർണിഷിംഗ് ദ ഫ്ലോർസ് വിത്ത് കാർപ്പറ്റ്സ്, മാറ്റ്സ്, റബ്ബർ ഷീറ്റ്സ് എക്സെട്ര. സോ സൗണ്ട് റിഫ്ലക്റ്റിംഗ് സർഫസ് ആയിട്ടുള്ള ഫ്ലോർസ് എന്ത് ചെയ്യാം? സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽസ് ലൈക്ക് കാർപ്പറ്റ്സ്, മാറ്റ്സ്, റബ്ബർ ഇതൊക്കെ യൂസ് ചെയ്ത് കവർ ചെയ്യാൻ പറ്റും. സോ വി ഡിസ്കസ്ഡ് 7 points which affects the acoustics of a building. ഒരു ബിൽഡിങ്ങിന്റെ അക്കോസ്റ്റിക്സിനെ അഫക്ട് ചെയ്യുന്ന 7 points നിങ്ങൾ പഠിച്ചു. സ്പീഡിൽ പറഞ്ഞു തരാൻ കാരണം ഇത് മറ്റൊരു ദിവസത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും പ്രീവിയസ് പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യേണ്ടി വരും. ആൻഡ് ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇത് അക്കോസ്റ്റിക്സ് എന്ന ഭാഗത്ത് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ്. ഒരു ബിൽഡിംഗ് അക്കോസ്റ്റിക്കലി ഗുഡ് ബിൽഡിംഗ് ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ ഉള്ളിലെ സൗണ്ട് എനർജി അല്ലെങ്കിൽ സൗണ്ടിന്റെ ട്രാൻസ്മിഷനെ, റിഫ്ലക്ഷനെയൊക്കെ ഡിഫൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? സോ അക്കോസ്റ്റിക്കലി ഗുഡ് ഓഡിറ്റോറിയം എന്ന് പറയുന്നത് ഹൗ ക്യാൻ ബി സേ ദാറ്റ്? ഓക്കെ, ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ഷേപ്പ് ആൻഡ് സൈസ്. വാട്ട് ഡു യു മീൻ ബൈ ഷേപ്പ് ആൻഡ് സൈസ്? The shape and size of an auditorium have an important role in the reduction of echo and reflection. So in order to reduce echo and reflection, the shape and size of an auditorium is very important. That means when we derive Sabine's formula says that T is equal to 0.163 V by A. What was Sabine's formula? Sabine's formula in reverberation time is predicted as T is equal to 0.163 V by A. What is V? V എന്താ? V is the volume. So ഒരു മെറ്റീരിയലിന്റെ ഷേപ്പും ഒരു ഹാളിന്റെ ഷേപ്പും സൈസും എന്ത് ഡിറ്റർമൈൻ ചെയ്യും? ആ ഒരു ഹാളിനുള്ളിലെ അക്കൗസ്റ്റിക് ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ ചെയ്യും. So shape and size is an important factor which determine whether a hall is acoustically good or not. And if we compare or if we take example, the music hall must have a larger volume, whereas a lecture hall requires comparatively smaller volume. ഒരു മ്യൂസിക്കൽ ഹാളിന് ലാർജർ വോളിയം വേണം, കാരണം ഒരു ഫെയിന്റ് എക്കോ is needed in musical hall, or reverberation time is somewhat large. അതായത് റിവർബറേഷൻ ടൈം മ്യൂസിക്കൽ ഹാളിനെ സംബന്ധിച്ച് കുറച്ചധികം വേണം in order to feel the continuity. മ്യൂസിക്കൽ നോട്ടുകൾക്കിടയിലെ കണ്ടിന്യൂസിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി മ്യൂസിക്കൽ ഹാൾ should have some larger volume, and lecture hall requires comparatively smaller volume. And the height is a deciding factor. That means the ratio of height to width for an auditorium is 2:3. That means if height is 2, then the width is 3 meter. So height to width ratio എന്ന് പറയുന്നത് 2:3 ആയിരിക്കും. സോ ഇതൊക്കെയാണ്. സോ ഈ ഞാൻ എസ് എ ആണ് നിങ്ങളോട് ചോദിക്കുന്നത്, അതല്ലെങ്കിൽ എസ് എ ചോദിക്കുകയാണ്, റൈറ്റ് ഡൗൺ ദി an essay on acoustics of building. ഈ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കമ്പാരറ്റീവ്ലി സിമ്പിൾ പോയിന്റ്സ് ആണ്, വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം പോയിന്റ്സും റെമഡിയൽ ആക്ഷൻസും. ഓക്കെ,
അഭിരാം ഉണ്ടോ ക്ലാസ്സില്? അഭിരാമനെ ഇത് കറണ്ട് പോയിട്ട് വൈഫൈ ഓഫ് ആയിരുന്നു പോയെ. ഓക്കെ ഓക്കെ. അറ്റൻഡൻസ് ഓർമ്മ. Number 2 present. 3, 4, 5, 6, 7, 8, 9, 10, 11,